നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 259 215. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 18 6-ാമത്തെ ശ്ലോകമാണ് ഇനി പറയേണ്ടത്. സ തുദ്യമാനോ അരിതുരുക്തതോർമരേദം ഷാഗ്രഗാം ഗാം ഉപലക്ഷ്യഭീതാം തോതം വൃഷൻ നിരഗതാം ഭൂമധ്യാൽ ഗ്രാഹാഹത സകരേണുര്യഥേഭാ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ശത്രുവിൻ്റെ ദുർവാക്കുകളാകുന്ന ആയുധവിശേഷങ്ങളാൽ ശത്രുവിൻ്റെ ദുർവാക്കുകൾ ദുഷിച്ച വാക്കുകളാകുന്ന ആയുധവിശേഷങ്ങളാൽ തുളയ്ക്കപ്പെടുന്ന ആ ഭഗവാനാകട്ടെ ദ്രംശാഗ്രത്തിലിരിക്കുന്ന ഭൂമിയെ ഭയപ്പെട്ടതായി കണ്ടിട്ട്, അതായത് തൻ്റെ കൺസോർട്ടാണല്ലോ അല്ലേ, അപ്പോൾ ഭൂമി ദേവി ഭയപ്പെട്ടു. അത് കണ്ടിട്ട് വേദനയെ സഹിക്കുന്നവനായിട്ട് മകരമത്സ്യത്താൽ ഉപദ്രവിക്കപ്പെടുന്നതും പിടിയാനയോടുകൂടി ഒരുമിച്ചിരിക്കുന്നതുമായ ആനയെന്ന പോലെ ജലമധ്യത്തിൽ നിന്ന് നിർഗമിച്ചു. അതായത് ഏതായാലും ഈ ഭൂമിയെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ, പരമശയിലേ. അപ്പോൾ ഗ്രാഹം എന്ന് പറഞ്ഞാൽ മുതല എന്നുമാവാം. പക്ഷേ അടുത്ത പദ്യത്തിൽ ദശം എന്ന് പറയുന്ന കാരണം മത്സ്യം എന്ന അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. സന്ദർഭോചിതമായിട്ട് വാക്കുകളുടെ അർത്ഥങ്ങൾ മാറും. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ശത്രുവായ ഹിരണ്യാക്ഷൻ്റെ ദുർവാക്കുകളാകുന്ന ആയുധവിശേഷങ്ങൾ വരാഹരൂപിയായ ഭഗവാന്റെ മർമ്മങ്ങളെ പിളർക്കുന്നുവെങ്കിലും ദംശാഗ്രത്തിലിരിക്കുന്ന ഭൂമിദേവി പേടിച്ചു വിറയ്ക്കുന്നതിനെ കാണുന്നത് കൊണ്ടുണ്ടായ കാരുണ്യത്തിന് അധീനനായ ഭഗവാൻ ശത്രുവിൻ്റെ ദുർവചനാഹതിയെ സഹിച്ചുകൊണ്ട് മകരമത്സ്യത്താൽ പീഡിപ്പിക്കപ്പെടുന്നതും പിടിയാനയോടുകൂടി ചേർന്നതുമായ ഗജമെന്ന പോലെ ബലാത്കാരേണ ജലമധ്യത്തിൽ നിന്ന് നിർഗമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 7-ാമത്തെ ശ്ലോകം പറയണു. തം നിസ്സരന്തം സലിലാദനുദ്രുതോ ഹിരണ്യകേശോ ദുരിതം യഥാദശാം കരാളദംശോ അശനി നിസ്വനോ അബ്രവീത് ഗതഹ്രിയാം കിന്വസദാം വിഗർഹിതം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം ജലത്തിൽ നിന്ന് മേൽപോട്ട് പോകുന്ന ആ വരാഹമൂർത്തിയെ മകരമത്സ്യം ആനയെ എന്ന പോലെ പിന്നാലെ ഗമിക്കുന്നവനും ഭയങ്കരങ്ങളായ ദ്രംശങ്ങളോടുകൂടിയവനും ഇടിശബ്ദം പോലെയുള്ള സ്വരത്തെ പുറപ്പെടുവിക്കുന്നവനുമായ അസുരൻ ഹിരണ്യകേശ അസുരൻ ലജ്ജാഹീനന്മാരായ അസത്തുക്കൾക്ക് നിന്ദിതമായത് എന്തെന്നാകുന്നുവെന്ന് പറഞ്ഞു. അതായത് ഒരാൾ യുദ്ധത്തിന് വിളിക്കുമ്പോൾ യുദ്ധം ചെയ്യാണ്ട് ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 2-ാം തരത്തിലാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരണോ. ജലത്തിൽ നിന്ന് മേൽപോട്ട് കയറിപ്പോകുന്ന വരാഹമൂർത്തിയുടെ പിന്നാലെ മകരമത്സ്യം ആനയുടെ പിന്നാലെ എന്ന പോലെ, മകരമത്സ്യം അല്ല, പിന്നെ ഹിരണ്യാക്ഷൻ അല്ലേ, പിന്നെ ഹിരണ്യകശിപു. അപ്പോൾ വരാഹമൂർത്തിയുടെ പിന്നാലെ മകരമത്സ്യം ആനയുടെ പിന്നാലെ എന്ന പോലെ പറയുന്നവനും ഭയങ്കരങ്ങളായ ദ്രംശങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും ഇടിശബ്ദം പോലെ ഉച്ചത്തിൽ അലറുന്നവനുമായ ഹിരണ്യാക്ഷൻ
ലജ്ജാവിഹീനന്മാർക്ക് ചെയ്യുവാൻ പാടില്ലാത്തതായ കാര്യം എന്തിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തി ആരോപിച്ചു. 8-ാമത്തെ ശ്ലോകം. സ ഗാമുദസ്താത് സലിലസ്യ ഗോചരേ വിന്യസ്യ തസ്യാമദധാൽ സ്വസത്വം അഭിഷ്ടുതോ വിശ്വസൃജാ പ്രസൂനൈരാപൂര്യമാണോ വിഭുതൈ പശ്യതോ അരേ. അരേ എന്ന് പറഞ്ഞാൽ ശത്രു എന്നർത്ഥം. പശ്യതേ ശത്രുവിനെ കണ്ടിട്ട് എന്നൊക്കെ പറയും. ആ ഭഗവാൻ വെള്ളത്തിൻ്റെ വ്യവഹാരയോഗ്യമായ ഉപരിഭാഗത്തിൽ ഭൂമിയെ വിന്യസിച്ചിട്ട് പ്രത്യേകം ഒരു ആംഗിളിലാണ്. അപ്പോഴാണ് ഈ എന്താണെന്നാ പറയുക, സൂര്യരശ്മി കിട്ടാത്ത ഭാഗം ഐസും കട്ടയാവണം. ഇതൊക്കെ ഭഗവാനാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്റലിജൻ്റ് എൻജിനീയർ എന്നൊക്കെയാണ് പറയാം. അപ്പോൾ പിന്നെ ഉപരിഭാഗത്തിൽ ഭൂമിയെ വിന്യസിച്ചിട്ട് അതിൽ തൻ്റെ ശക്തിയെ ധരിപ്പിച്ചു അനങ്ങാത്ത രീതിയിൽ. എന്നിട്ട് ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടു. ശത്രു നോക്കി നിൽക്കെ ദേവന്മാരാൽ പുഷ്പങ്ങളാൽ വർഷിക്കപ്പെട്ടവനുമായി ഭവിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറയണു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഉടനെ ഭഗവാൻ ജലത്തിൻ്റെ ഉപരിഭാഗത്തിൽ വ്യവഹാരയോഗ്യമായ സ്ഥാനത്തിൽ ഭൂമിയെ വിന്യസിച്ചിട്ട് ആ ഭൂമിയിൽ ജലത്തിൽ താഴാതെ ഉറച്ചു നിൽക്കുവാൻ ഉപകരിക്കുന്ന സ്വശക്തിയെ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഹിരണ്യാക്ഷനാകുന്ന ശത്രു നോക്കി നിൽക്കുമ്പോൾ തന്നെ ബ്രഹ്മാവ് ഭഗവാനെക്കുറിച്ച് സ്തുതിച്ചു. ദേവന്മാർ ഭഗവാന്റെ മീതെ പുഷ്പവർഷം ചെയ്തു എന്ന് പറയണം. ഇനി 9-ാമത്തെ ശ്ലോകം. പരാനുഷക്തം തപനീയോപകൽപ്പം മഹാഗതം കാഞ്ചനചിത്രദംശം മർമാണ്യഭീഷ്ണം പ്രതുദന്തം ദുരുക്തൈ പ്രചണ്ഡമന്യു പ്രഹസംസ്തംഭഭാഷേ. പിന്നാലെ വരുന്നവനും സ്വർണമയമായ ഭൂഷണങ്ങളോടുകൂടിയവനും മഹതിയായ ഗതയോടുകൂടിയവനും സ്വർണം കൊണ്ടുള്ള വിചിത്ര കവചം ധരിച്ചവനും ദുർവാക്കുകൾ കൊണ്ട് മർമ്മങ്ങളെ ഏറ്റവും കഠിനമായി വേദനിപ്പിക്കുന്നവനുമായ അവനോട് ഉഗ്രമായ കോപത്തോടു കൂടിയവനാകുന്നുവെങ്കിലും പ്രകർഷേണ ഹസിക്കുന്നവനായിട്ട് ചിരിച്ചു തള്ളുന്നതായിട്ട് പറഞ്ഞു. ചിരിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു. ശ്രദ്ധിക്കണ്ടോ? എന്താണെന്നാ പിന്നെ ഫിനോമിനൽ വേർഡ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. തൻ്റെ പിന്നാലെ ഓടി വരുന്നവനും സ്വർണമയ ഭൂഷണങ്ങളെയും മഹതിയായ ഗദയെയും സുവർണ വിചിത്ര കവചത്തെയും ധരിച്ചിരിക്കുന്നവനും ദുർവാക്കുകൾ കൊണ്ട് മർമ്മസ്ഥാനങ്ങളെ അത്യന്തം തുളയ്ക്കുന്നവനുമായ അവനോട് ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അത്യന്തം കോപം ഭഗവാന് ജനിച്ചിട്ടുണ്ടെങ്കിലും അതിനെ പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾക്കും വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കണം. ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിലും പുറത്തേക്ക് ചിരിക്കണം എന്നർത്ഥം. സന്ദർഭോചിതമായിട്ട് പറഞ്ഞു. മനസ്സിലായോ? ശ്രീ ഭഗവാനുവാച. ഭഗവാൻ എന്താ പറഞ്ഞത്? 10-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സത്യം വയം ഭോ വനഗോചരാ മൃഗ യുഷ്മദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാ വിഗദ്ധനം തവ ഗൃഹ്ണന്ധ്യഭദ്രാം. അമംഗളസ്വരൂപ, ഞങ്ങൾ ജലത്തിൽ വസിക്കുന്നവരും മൃഗങ്ങളുമാണെന്ന് പരമാർത്ഥം നിങ്ങളെപ്പോലെയുള്ള ശ്വാക്കളെ, നായ്ക്കളെ എന്നർത്ഥം, തിരിയുന്നേൻ യമൻ്റെ പാശങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ അർത്ഥമില്ലാത്ത ആത്മപ്രശംസയെ വീരന്മാർ സ്വീകരിക്കുന്നില്ല എന്ന് ഭഗവാൻ ഹിരണ്യകശിപുവിനോട് പറയാണ്. ഭഗവാൻ എന്താ അരുളി ചെയ്തത്? ഭാവാർത്ഥം. അല്ലയോ അമംഗളം മൂർത്തീകരിച്ച് വന്നിരിക്കുന്ന അസുര, മംഗളസ്വരൂപനല്ല, അമംഗളം മൂർത്തീകരിച്ച് വന്നിരിക്കുന്ന അസുര, വനവാസിയായ മൃഗമാകുന്ന ഞാനെന്ന് നീ പറഞ്ഞത്
അതായത് ഈ സൂകരരൂപം കണ്ടപ്പോൾ സത്യം തന്നെ, നിന്നെ പോലെയുള്ള ശ്വാക്കളെ വേട്ടയാടുവാൻ അന്വേഷിച്ചു നടക്കുന്ന ഞാൻ ജലത്തിൽ ശയിക്കുന്ന ശ്രീനാരായണനാകയാൽ നീ പറഞ്ഞത് കളവല്ല, പരമാർത്ഥമാകുന്നു. നീ നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ സുഖമായിട്ട് ഇവിടെ നിന്ന് പോവുകയില്ലെന്ന് നീ രണ്ടാമതായി പറഞ്ഞതോ അർത്ഥശൂന്യമായ ആത്മപ്രശംസയായതിനാൽ അതിനെ എന്നെപ്പോലെയുള്ള യഥാർത്ഥ വീരന്മാർ കാര്യമായി ഗണിക്കാറില്ല. അതിനാൽ അതിന് മറുപടി പറയുന്നതുമില്ല എന്നർത്ഥമായി. ഇനി 11ാമത്തെ ശ്ലോകം. ഏതേ വയം ന്യാസഹരാരസോകസാം ഗദഹ്രിയോ ഗദയാ ദ്രാവിദാസ്തേ തിഷ്ടാമഹേ അധാപി കഥഞ്ചിതാജോസ്തേയം ക്വയാമോ ബലിനോത്പാദ്യ വൈരം. രസാതലവാസികളുടെ നിക്ഷേപത്തെ ഹരിക്കുന്നവരായ ഈ ഞങ്ങൾ ലജ്ജാവിഹീനന്മാരും നിന്റെ ഗദയാൽ ഓടിക്കപ്പെട്ടവരുമാണെങ്കിലും പ്രയാസപ്പെട്ടും യുദ്ധത്തിൽ നിൽക്കുന്ന ഇരിക്കണമല്ലോ. ബലവാനോട് വൈരത്തെ ഉണ്ടാക്കിയിട്ട് ഇരിക്കണമല്ലോ, അല്ലാണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോവും എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ എങ്ങോട്ടും പോവില്ല, ഞങ്ങളതിനൊക്കെ എതിരിട്ടതിൻ്റെ ശേഷം പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് ഗഹനായിട്ട്. രസാതലവാസികളായ നിങ്ങൾക്ക് പ്രജാപതി നൽകിയിരിക്കുന്ന സ്ഥാനത്തെ അപഹരിപ്പാൻ വന്നവരാണല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ലജ്ജാവിഹീനന്മാരും നിന്റെ ഗദയാൽ ഓടിക്കപ്പെട്ടവരുമായി ഭവിച്ചു. എന്നാലും ഏതെങ്കിലും ഒരു വിധത്തിൽ നിന്നോടുകൂടെ യുദ്ധത്തിന് ഒരുങ്ങി നിൽപ്പാൻ തന്നെ ഉറച്ചു. എൻ്റെ കാര്യം കഴിഞ്ഞു. ഞാൻ ഭൂമിദേവിയെ വേണ്ട പോലെ ഇളകാത്ത രീതിയിൽ ജലത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രീ ആണ്. ഇനി നിൻ്റെ മതത്തെ അടക്കും ഞാൻ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്കും ഒരു ദിക്കിലിരിക്കണമല്ലോ. ബലവാനായ നിന്നോട് മത്സരം ഉണ്ടാക്കി തീർത്ത ശേഷം ഇനി ഞങ്ങൾ എവിടേക്കാണ് പോകുക? നിൻ്റെ മനം ഉടച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്നാണ് പറഞ്ഞത്. എവിടെ പോയാലും നിൻ്റെ ഉപദ്രവം നേരിടുമല്ലോ. അതുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങി ഇതാ നിൽക്കുന്നു. അന്യന്മാർക്ക് ബ്രഹ്മദേവൻ വസിപ്പാനായി നൽകിയ സ്ഥാനത്തെ അപഹരിച്ചു എന്നാപേക്ഷിച്ച ഹിരണ്യാക്ഷനെ പരിഹസിച്ച് പറഞ്ഞ വാക്കാണിത്. അതായത് മർത്യന്മാർക്ക് ഇരിക്കേണ്ട എല്ലാ ജീവജാലങ്ങൾക്കും താമസിക്കേണ്ട ഭൂമിന് നീ എന്തിനാ കശ്മല ആരുമില്ലാതെ കണ്ട് നിൻ്റെ ജലാന്തർത്തത്തിൽ കൊണ്ടുവച്ചത്? നീ ചെയ്തത് ഉപദ്രവമല്ലേ? അപ്പോൾ അതിനുള്ള ശിക്ഷ നിനക്ക് തരാതെ കൊണ്ടിരിക്കുമെന്നാണ് ചോദിച്ചതിൻ്റെ താല്പര്യം. അതാണ് ഹിരണ്യാക്ഷനെ പരിഹസിച്ചു പറഞ്ഞ വാക്കാണിത്. അപഹരിപ്പാൻ വരുന്നവരോട് എതിർക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ലാത്തതിനാൽ യുദ്ധത്തിനൊരുങ്ങി തന്നെ വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. പിടിച്ചു പറിക്കുന്നവരോട് സഹകരിക്കുകയില്ലെന്ന് വെച്ചാൽ മതിയാകയില്ല, യുദ്ധം തന്നെ വേണ്ടിവരും എന്നുകൂടെ ധ്വനിക്കുന്നുണ്ട്. തുറന്ന് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു ഭഗവാൻ. 12ാമത്തെ ശ്ലോകം. ത്വം ഭദ്രധാനാം കില യൂഥപാദിപോ ഗഡസ്സനോ അസ്വസ്തയ ആശ്വനൂഹ സംസ്ഥാപ്യ ചാസ്മാൻ പ്രമൃജാശ്രുസ്യോഗാനാം യസ്വാം പ്രതിജ്ഞാം ന അതിവിപർത്യസഭ്യ ആണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം, നീ പദാദികളുടെ അതായത് കാലാൾപ്പടയുടെ സംഘപാലകന്മാരുടെ അധിപനാണല്ലോ. ശങ്കാരഹിതനായിട്ട് വേഗത്തിൽ ഞങ്ങളുടെ പരിഭവത്തിനായി കൊണ്ട് പ്രയത്നിച്ചാലും ഞങ്ങളെ ഹനിച്ചിട്ട് സ്വജനങ്ങളെ കണ്ണീരിനെ തുടച്ചു കളയുക യാതൊരുവൻ താൻ ചെയ്തതായ പ്രതിജ്ഞയെ നന്നായിട്ട് പൂർത്തി വരുത്തുന്നില്ലയോ അവൻ സഭായോഗ്യനല്ല. നീ പറഞ്ഞുവല്ലോ, ദേവന്മാർ പൊതുവെ ഞങ്ങളുടെ ശത്രുക്കളാണെന്നും അവരെ വകവരുത്തിയ ശേഷം ഞങ്ങളുടെ അണികൾക്ക് സന്തോഷത്തെ കൊടുക്കുന്നൊക്കെ നീ പറഞ്ഞുവല്ലോ. സാധിക്കണ കാര്യമല്ല കൂട്ടാ എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ലോകത്തിൽ കാലാൾപ്പടയുടെ അധിപന്മാരുടെയും അധിപനായിരിക്കുന്നവനാകുന്ന നീ എന്ന് സുപ്രസിദ്ധമാണല്ലോ.
അതുകൊണ്ട് ഒട്ടും കാലതാമസം കൂടാതെ ശുഭശ്യ ശീഘ്രം യുദ്ധത്തിന് പുറപ്പെട്ടോളൂ, തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒട്ടും കാലതാമസം കൂടാതെ ഞങ്ങളെ ഉപദ്രവിപ്പാൻ കഴിയുന്ന വിധം പരിശ്രമിക്കുക. ഞങ്ങളെ സംഹരിച്ചിട്ട് സ്വജനങ്ങളുടെ കണ്ണീർ തുടച്ചു കളയുക. സ്വപ്രതിജ്ഞയെ ശരിക്കു പരിപാലിക്കാത്തവൻ സഭയിൽ പ്രവേശിപ്പാൻ യോഗ്യനല്ല. അതായത് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം നടത്തും എന്ന് പറയരുത്, അപകട. പ്രത്യേകിച്ച് യോഗ്യന്മാരുടെ സഭയിൽ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അടുത്തത് മൈത്രേയ വാച. വിതുരരോട് മൈത്രേയ മഹർഷി പറയണു. 13ാമത്തെ ശ്ലോകം. സോ അധിക്ഷിപ്തോ ഭഗവതാ പ്രലബ്ധശ്ചരുഷാഭൃശം ആജഹാരോത്ഭണം ക്രോധം ക്രീഡ്യമാനോ അഹിരാടിവാം. ഭഗവാനാൽ അധിക്ഷേപിക്കപ്പെട്ടും അതികോപത്തോടുകൂടിയ പരിഹസിക്കപ്പെട്ടും ഇരിക്കുന്ന അവൻ കളിപ്പിക്കപ്പെടുന്ന സർപ്പാധിപനെന്ന പോലെ, അതായത് മകുടി വിളിച്ച് പാമ്പുകളെ കളിപ്പിക്കുന്നവനെ പോലെ കഠിനമായ കോപത്തെ സ്വീകരിച്ചു. അതിൻ്റെ ഭാവാർത്ഥം 2 ചെറിയ വാചകത്തിൽ കഴിയും. ഇപ്രകാരം ഭഗവാൻ ഹിരണ്യാക്ഷനെ അധിക്ഷേപിച്ചും ക്രോധത്തോടുകൂടെ പരിഹസിച്ചും പറഞ്ഞപ്പോൾ കളിപ്പിക്കുന്ന സർപ്പാധിപനെന്ന പോലെ, പാമ്പ് പിടുത്തക്കാരൻ അല്ലെങ്കിൽ പാമ്പിനെ കളിപ്പിക്കുന്നവൻ, ഹിരണ്യാക്ഷൻ അത്യന്തം കോപിച്ചു. 14. സൃജന്നമർഷിത ശ്വാസാൻ മഞ്ഞു പ്രചലിതേന്ദ്രിയ ആസാദ്യ തരസാദൈത്യോ ഗതയാഭ്യാഹനദ്ധരിം. എന്താണ് വാക്കാർത്ഥം പറയാം? കോപത്താൽ ഇളകിമറിഞ്ഞ ഇന്ദ്രിയങ്ങളോടുകൂടിയവനും. അപ്പോൾ കോപം വന്നാൽ ശരീരമാകെ വർക്കും. അതാണ് ഇളകിമറിഞ്ഞ ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ക്രുദ്ധനും ദീർഘശ്വാസങ്ങളെ വിടുന്നവനുമായ അസുരൻ വേഗത്തിൽ സമീപത്ത് വന്നിട്ട് ഗദ കൊണ്ട് ഹരിയെ താടിച്ചു, പ്രയോഗിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ക്രോധം അധികരിച്ചുകൊണ്ട് ശ്വാസങ്ങൾ വേഗത്തിലും ശക്തിയോടും കൂടെ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷോഭിച്ചിരിക്കുന്നവനുമായ ആ ഹിരണ്യാക്ഷൻ പെട്ടെന്ന് ഭഗവാന്റെ അരുകത്ത് അണഞ്ഞ് ഗദ കൊണ്ട് ഭഗവാനെ അടിച്ചു. 15ാമത്തെ ശ്ലോകം പറയണു. ഭഗവാംസ്തു ഗദാവേഗം വിസൃഷ്ടം രിപുണോരസി അവഞ്ചയത്തിരശ്ചീനോ യോഗാരൂഢ ഇവാന്തകം. ഭഗവാനാകട്ടെ ശത്രുവിനാൽ മാറിടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിക്കപ്പെട്ടതായ ഗദയുടെ ശക്തിയോടുകൂടിയ വരവിനെ ചെരിഞ്ഞ അടവെടുത്തവനായിട്ട് യോഗസിദ്ധിയെ പ്രാപിച്ചവൻ അന്തകനെ എന്ന പോലെ വഞ്ചിച്ചു. അന്തകൻ എന്ന പോലെ വഞ്ചിച്ചു. എന്താ ഞാൻ അതിൻ്റെ ഭാവാർത്ഥം? ഭഗവാനാകട്ടെ മാറിടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചതായ ശത്രു ഗതാവേഗത്തെ ഒരുവിധം ചെരിഞ്ഞിരിക്കുന്ന നിൽപ്പിനാൽ, അതായത് തെന്നിമാറി, യോഗാരൂഢൻ അന്തകനെന്ന പോലെ വഞ്ചിച്ചു. 16. പുനർഗതാം, വീണ്ടും അടിക്കണം. പുനർഗതാം സ്വമാദായ ഭ്രാമയന്ധമഭീഷ്ണശാം അഭ്യധാവദ്ധരി ക്രുദ്ധ സംരംഭാദഷ്ടദശ്ചത. പിന്നെയും സ്വകീയ ഗദയെ എടുത്തിട്ട് പല പ്രാവശ്യം ചുറ്റുന്നവനായിട്ട്, ഇങ്ങനെ ഗദ ചുഴറ്റ നേരിട്ട് വരുന്നവൻ്റെ നേർക്ക് ക്രോധം ഹേതുവായിട്ട് ദംശിക്കപ്പെട്ട കടിക്കപ്പെട്ട ചുണ്ടോടുകൂടിയ ദേഷ്യം മുഴുവൻ അതിലമർത്തി ഹരി ക്രോധിച്ചുകൊണ്ട് അഭിധാവനം ചെയ്തു. എന്താ നേരിട്ടു എന്നർത്ഥം. പിന്നെയും ഗദ കയ്യിലെടുത്ത് പല വിധത്തിൽ വളരെ പ്രാവശ്യം വട്ടത്തിൽ ചുറ്റിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അസുരൻ്റെ നേർക്ക് ക്രോധാവേശത്താൽ ചുണ്ടുകടിച്ചുകൊണ്ട് ക്രുദ്ധനായ ഭഗവാൻ പാഞ്ഞെത്തി. 17ാമത്തെ ശ്ലോകം. തതശ്ച ഗദയാരാദിം ദക്ഷിണസ്യാം ബ്രുവി പ്രഭു ആജഗ്നേ സതുതാം സൗമ്യാ ഗദയാ കോവിദോ അഹനത്. അനന്തരം സർവേശ്വരൻ ശത്രുവിനെ
വലത്തെ പുരകത്തടത്തിൽ വലത്തെ പുരകത്തടത്തിൽ ഗദ കൊണ്ട് അടിച്ചു. ഹേ സാധു, അവനാകട്ടെ സമർത്ഥൻ ഗദ കൊണ്ട് അതിനെ പ്രതിരോധിച്ചു. അതായത് ഇവിടുത്തെ ഒരു രീതി എങ്ങനെ വിചാരിച്ചാൽ, പ്രതിപക്ഷത്തിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയാൻ വ്യാസർക്കൊരു മടിയില്ല. ഇനി ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗദ വീഴുന്നതും ഗദ എടുത്തോളാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ പിന്നെ എന്താണെന്ന് പറയുക, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്വതന്ത്രകൃതിയിലാണോ ഇത് തന്നെയാണോ എനിക്ക് നല്ല ഉറപ്പില്ല. കാരണം പലതും വായിക്കുക, കാരണം മൂലം അവസാനമാണല്ലോ കൈകാര്യം ചെയ്യണത്. അപ്പോൾ എന്തായാലും ഈ സിനിമയിലുള്ള വില്ലന്മാരാണല്ലോ ആദ്യം ജയിക്കുക, എന്നിട്ടാണല്ലോ പിന്നെ ഹീറോ ജയിക്കുള്ളൂ. അത് ഭാഗവതത്തിൽ നിന്ന് പഠിച്ചതായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് വേറൊന്നും ആരും പഠിപ്പിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. അനന്തരം ഭഗവാൻ ശത്രുവിൻ്റെ വലത്തെ പുരികത്തടത്തെ ലക്ഷ്യമാക്കിയിട്ട് ശക്തിയോടെ അടിച്ചു. ഹേ സൗമ്യ, വിതുര, മൈത്രേയ മഹർഷി പറയാ, ഗദായുദ്ധത്തിൽ സമർത്ഥനായ അവൻ തൻ്റെ ഗദ കൊണ്ട് അതിനെ തടുത്തു. ഭഗവാന്റെ അടീനെ തടുക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാർഷദന്മാരല്ലേ, അങ്ങേയറ്റം കൗശലമുള്ളവരാണ്. അത് ഭഗവാൻ അറിയുകയും ചെയ്യാം. അത് നമ്മളും കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിവരണം. അപ്പോൾ പറഞ്ഞു, ഏവം ഗദാഭ്യാം ഗുരുവീഭ്യാം ഹര്യക്ഷോ ഹരിരേവച ജിഗീഷയാ സുസംരബ്ധാവന്യോന്യം അഭിജഗ്നതു. ഇപ്രകാരം മഹതികളായ ഗദകൾ കൊണ്ട് അസുരനും ശ്രീഹരിയും ജയേശ നിമിത്തം അതികോപമുള്ളവരായിട്ട് അന്യോന്യം തമ്മിൽ അടിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഭാവാർത്ഥം, ഇപ്രകാരം ഭഗവാനും ഭഗവാനിൽ തന്നെ ദൃഷ്ടി വെച്ചിരിക്കുന്ന അസുരനും മോക്ഷം കിട്ടണ്ടേ, അപ്പം എന്ത് ചെയ്യണം? ഭഗവാനിൽ തന്നെ ദൃഷ്ടി വയ്ക്കണം. നമ്മൾക്കുള്ള അതിപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും ശരി, സ്നേഹം കൊണ്ടാണെങ്കിലും ശരി, പ്രേമം കൊണ്ടാണെങ്കിലും ശരി, ശത്രുത കൊണ്ടാണെങ്കിലും ശരി, ശത്രുതയ്ക്ക് ഇത് കൂടും, തീവ്രത കൂടും. അപ്പോൾ ജയേശ നിമിത്തം അതികോപമുള്ളവരായിട്ട് അന്യോന്യം തമ്മിൽ അടിച്ചു. അപ്പോൾ ഭഗവാനിൽ തന്നെ ദൃഷ്ടി വച്ചിരിക്കുന്ന അസുരനും മഹതികളായ കഥകൾ കൊണ്ട് ജ്യേഷ്ഠ നിമിത്തം അധികം ക്രോധത്തോടുകൂടെ അന്യോന്യം താടിച്ചു എന്ന് പറഞ്ഞു. ഇനി 19ാമത്തെ ശ്ലോകം 4 വരിയാണ്. തയോ സ്പൃതോസ്തി മഗദാഹതാംഗയോ ക്ഷതാസ്രവഗ്രാണവിവൃദ്ധമന്യോ വിചിത്രമാർഗാം ശരദോർജിഗീഷയാ വ്യഭാതിളായാം ഇവ സുഷ്മിണോർമൃധ എന്നാണ് ശ്ലോകം. മൂർച്ചയുള്ള ധാരകളോടുകൂടിയ ഗദകളാൽ അടിക്കപ്പെട്ട അംഗങ്ങളോടുകൂടിയവരും, എവിടേക്കാണ് അടി കിട്ടുക എന്ന് പറയാൻ വയ്യ, കിട്ടിയിട്ടുള്ളതെന്ന് പറയാൻ വയ്യ. മുറികളിൽ നിന്നൊഴുകുന്ന രക്തത്തിൻ്റെ ആഘ്രാണം നിമിത്തം അധികരിച്ച കോപത്തോടു കൂടി വരും. ഭൂമിക്ക് വേണ്ടിയിട്ട് അല്ലേ, ശരിക്കും പറഞ്ഞാൽ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ പലതും. ഭൂമി ഈ യൂണിവേഴ്സ് അല്ലേ ആണ് അവൻ കൊണ്ടുപോയത്. പക്ഷെ അതാരായിരുന്നു? ഭഗവാന്റെ പ്രിയതമയാണ് ഭൂമിദേവി. അപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിൽ ഹിരണ്യകശിപുവും തൻ്റെ കൺസോർട്ടിനും എല്ലാ പ്രാണികൾക്കും ഉപകാരപ്രദമായിരിക്കേണ്ട ഭൂമിയെ പാതാളത്തിൽ താഴ്ത്തി വെച്ചു എന്നുള്ള ദേഷ്യം കൊണ്ടാണ് ഭഗവാന് ഇയാളെ അമർച്ച ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂമിക്ക് വേണ്ടിയിട്ട് ജയേച്ഛയോടുകൂടി ബഹുവിധങ്ങളായ ഗദായുദ്ധ സമ്പ്രദായങ്ങളെ, ഗദായുദ്ധത്തിൽ പല വിധത്തിലുള്ള ആക്രമണവും പ്രതിരോധമുണ്ട്, അതൊക്കെ മറ്റുള്ളവരെ കൂടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന പോലെ ബഹുവിധങ്ങളായ ഗദാസമ്പ്രദായങ്ങളെ അനുഷ്ഠിക്കുന്നവരും
സ്പർദ്ധിക്കുന്നവരുമായ അവർക്കു തമ്മിലുള്ള യുദ്ധം പശുനിമിത്തം മതിച്ച കാളകളോടതുപോലെ. അതായത് ഇവിടെ ഒരു പശുവാണ്, അതായത് കാമധേനു ആകുന്ന ഭൂമി എന്ന് പറയാം. ആ ഭൂമിക്ക് വേണ്ടി ഭഗവാനും തൻ്റെ ആധിപത്യത്തെ മറ്റുള്ളവർ സ്വീകരിക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ് യുദ്ധം ചെയ്യണത്. എന്നാൽ എനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഹിരണ്യകശിപുവിൻ്റെ യുദ്ധം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആര് ബിലോങ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. ഭഗവാന് ഉള്ളതാണ് ഭൂമി. അപ്പോൾ ഭഗവാൻ എന്നല്ലേ ജയിക്കുള്ളൂ. അപ്പോൾ കാളകളുടേതുപോലെ വിശേഷമായി ശോഭിച്ചു എന്ന്. ഒരു പശുവിന് വേണ്ടി 2 കാളകൾ മത്സരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് 2 രാജപുരുഷന്മാർ, അങ്ങനെ പറയാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് ഇനി പറയാൻ പോണത്. മൂർച്ചയുള്ള ധാരകളോടുകൂടിയ ഗതകൾ കൊണ്ടുള്ള അടികളേറ്റ് മുറിഞ്ഞ് അവയവങ്ങളിൽ നിന്നൊലിക്കുന്ന രക്തത്തിൻ്റെ വാസനയേൽക്കയാൽ, രക്തത്തിനൊരു മണമുണ്ട്. അപ്പോൾ കോപം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവർ ഭൂമി എനിക്ക് കിട്ടണമെന്നുള്ള ജയേച്ഛ നിമിത്തം സ്പർദ്ധിച്ചും ബഹുവിധ ഗതായുദ്ധ സമ്പ്രദായങ്ങളെ പ്രദർശിപ്പിച്ചും കൊണ്ട് തമ്മിൽ നടത്തുന്ന യുദ്ധം ഒരു പശുവിൻ്റെ പിന്നാലെ പോകുന്ന മതിച്ച 2 കാളകളുടെ യുദ്ധമെന്ന പോലെ വിളങ്ങി മറ്റുള്ളവർക്ക് തോന്നി. 20-ും 21 ഒക്കെ 4 വരി ശ്ലോകമാണ്. അത് കഴിഞ്ഞാൽ 2 വരിയായി. ദൈത്യസ്യ യജ്ഞാവയവസ്യ മായയാ ഗൃഹീതവാരാഹതനോർമഹാത്മന കൗരവ്യമഹ്യാം ദിഷതോർവിമർദ്ദനം ദിദൃക്ഷുരാഗാദൃശിഭിർവൃതസ്വരാട്. ഹേ കുരുകുലോൽപ്പന്ന, കുരുകുലത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഇരിക്കുന്ന ആളാണ് വിതുരൻ അല്ലേ. അസുരനും യജ്ഞങ്ങളാകുന്ന അവയവങ്ങളോടുകൂടിയവനും ശ്രേഷ്ഠാരൂപമായ മായയെ അംഗീകരിച്ചതിനാൽ ഗ്രഹിക്കപ്പെട്ട വരാഹ ശരീരത്തോടുകൂടിയവനും മഹാത്മാവും തമ്മിൽ ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ യുദ്ധം കാണാൻ ആഗ്രഹത്തോടുകൂടിയ ബ്രഹ്മാവ് ഋഷികളാൽ ചുറ്റപ്പെട്ടവനായിട്ട് വന്നു. എല്ലാവരും ഇവർ തമ്മിലുള്ള യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആകാശത്ത് അവരുടെ വിമാനങ്ങളിൽ ഗാലറിയിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇല്ലേ. ഈ സിനിമ ടാക്കീസ് ആദ്യമായിട്ട് ബോംബെയിൽ എന്താണെന്നാ പറയുക, ഓപ്പൺ എയറിൽ ഇരുന്ന് സ്വന്തം കാറിൽ ഇരുന്നിട്ട് സിനിമ കാണാം. അത്രയും വലിയ സ്ക്രീൻ, 1000-1500 കാറുകൾക്ക് പാർക്ക് ചെയ്യാം. എങ്ങനെ പാർക്ക് ചെയ്താലും സിനിമ കാണാൻ പറ്റും, മനസ്സിലായില്ലേ. അപ്പോൾ ഓരോ കാറിനും ശബ്ദം ക്രമീകരിക്കാനുള്ള ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ അതാണ് പറഞ്ഞത് ഇവിടെ. അവരെല്ലാവരും വന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. അല്ലയോ വിതുര, ശേഷയാ വരാഹാകൃതി ധരിച്ച മഹാത്മാവും യജ്ഞമൂർത്തിയുമായ ഭഗവാനും അസുരനും തമ്മിൽ ഭൂമിക്ക് വേണ്ടി മത്സരിച്ച് നടത്തുന്ന യുദ്ധം ഇന്നും ഈ ഭൂമിയുടെ തുണ്ടുകൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ലോകമഹായുദ്ധങ്ങൾ നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. പക്ഷേ ആ വികസിത രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് നശിക്കുന്നത്. അതായത് 4, 6, 8, 10 മാളിക നിലകളുള്ള ബിൽഡിങ്ങൊക്കെ ബോംബ് വെച്ച് തകർക്കപ്പെട്ടാൽ ആ ഡർബിസൊക്കെ എവിടെ കൊണ്ട് കളയും. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ എന്താണെന്നാ പറയുക, വൈകാരികത സമാനം പ്രിവെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട്. അപ്പോൾ ശ്രേഷ്ഠയാ വരാഹാകൃതി ധരിച്ച മഹാത്മാവും യജ്ഞമൂർത്തിയുമായ ഭഗവാനും അസുരനും തമ്മിൽ ഭൂമിക്ക് വേണ്ടി മത്സരിച്ച് നടത്തുന്ന യുദ്ധം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് മരീചിയാദി മഹർഷിമാരോടുകൂടെ ബ്രഹ്മാവ് അവിടെ ആഗമിച്ചു. 21-ാമത്തെ ശ്ലോകം.
ആസന്നശൗണ്ഠീരമപേതസാധ്വസംകൃതപ്രതീകാരമഹാര്യവിക്രമം വിലക്ഷ്യ ദൈത്യം ഭഗവാൻ സഹസ്രണീർജഗാദ നാരായണമാദിസൂകരം. സാക്ഷാൽ ശ്രീനാരായണൻ്റെ ആദ്യത്തെ സൂകരമൂർത്തിയായിട്ടുള്ള അവതരണം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥാണ് നോക്കുക. പ്രാപിച്ചിരിക്കുന്ന സാഹസത്തോടും ഉത്സാഹത്തോടും കൂടിയവനും നിർഭയനും ചെയ്യപ്പെട്ട പ്രതിക്രിയയോടുകൂടിയവനും അസഹ്യമായ പരാക്രമത്തോടു കൂടിയവനുമായ അസുരനെ നോക്കിയിട്ട് എല്ലാവരെയും അടക്കുന്നവനായ ഐശ്വര്യപരിപൂർണൻ ആദിവരാഹരൂപനായ നാരായണനോട് പറഞ്ഞു. ഭഗവാനോട് ഹിരണ്യകശിപു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹിരണ്യാക്ഷൻ പറഞ്ഞു. അതായത് ഉത്സാഹപൂർവം സാഹസകർമ്മത്തെ നിർഭയം നടത്തുന്നവനും, ഉത്സാഹപൂർവം, ഉത്സാഹം ലഭത്തെ കാര്യം, ഉത്സാഹം ഇല്ലെങ്കിൽ വിലയുണ്ടാവില്ല, നടത്തുന്നവനും അസഹ്യമായ പരാക്രമത്തെ പ്രകാശിപ്പിച്ച് അടിക്ക് പകരം അടിച്ചുകൊണ്ട് തളർച്ച കൂടാതെ യുദ്ധം ചെയ്യുന്നവനുമായ ആ അസുരനെ നോക്കിയിട്ട് ആദിവരാഹമൂർത്തിയായ സ്വപിതാവിനോട് സർവന്തര്യാമിയായും ഐശ്വര്യപൂർണനുമായിരിക്കുന്ന ബ്രഹ്മദേവൻ പറഞ്ഞു. കാരണം ബ്രഹ്മദേവൻ്റെ അച്ഛനാണല്ലോ വിഷ്ണു, അല്ലേ? എന്താണെന്നാ പറയുക, നാഭിയിൽ നിന്നുൽപ്പന്നമായ താമരയിലാണല്ലോ വാസം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിപ്പോൾ 259 ആണ് കഴിഞ്ഞത്. അപ്പോൾ ഇനി പറയേണ്ടത് 260 അടുത്ത ദിവസത്തേക്ക്. ഏവർക്കും നമസ്കാരം. പിന്നെ കാണാം.